Hello friends, welcome to Investing Right. I am Tenny. ഇനി നാം കാണുന്നത് ITR 2-ലെ 6A SPI SI EI ഈ പേജസ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് 6A പേജ്. നമ്മൾ ഈ പേജിലാണ് ATC ഡിഡക്ഷനിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ട്യൂഷൻ ഫീസ് പെയ്ഡ്, ഡിഫേർഡ് ആന്വിറ്റി, കോൺട്രിബ്യൂഷൻസ് ടു പ്രൊവിഡന്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ടു സർട്ടൻ ഇക്വിറ്റി ഷെയർസ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചേർത്തി ഒരുമിച്ച് എത്രയാണ് വരുന്നത് ആ എമൗണ്ട് എഴുതുക. 1,50,000 മാത്രമേ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ പേയ്മെന്റ് ടു ഇൻ റെസ്പെക്ട് ഓഫ് പെൻഷൻ ഫണ്ട്സ് അതിന്റെ 10,000 രൂപ വരെ മാത്രമേ മാക്സിമം അലൗഡ് ഉള്ളൂ. അതും നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. അതുപോലെ 80CCD 11B, അതായത് പെൻഷൻ സ്കീം ഫ്രം സെൻട്രൽ ഗവൺമെന്റ്, പെൻഷൻ സ്കീം ഫ്രം ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ബൈ ദ എംപ്ലോയർ, ആ കാറ്റഗറിയിലുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. 80DD, അതായത് കുടുംബത്തിലെ ആർക്കെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഡിസബിലിറ്റിക്കുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. ഡിപെൻഡന്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, വിത്ത് സിവിയർ ഡിസബിലിറ്റി, അങ്ങനെ 2 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. 75,000 രൂപ വരെ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താങ്കൾക്ക് ഒരു ഇൻ കേസ് ഓഫ് പെർമനന്റ് ഡിസബിലിറ്റി ആണെങ്കിൽ 80U പ്രകാരം നമുക്ക് ഇവിടെ അനദർ 75,000 ക്ലെയിം ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള 80DDB, 80E, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ആ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കാം. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,60,000 ആണ് നമ്മളിവിടെ മുഴുവനായി നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഇനി SPI SI, സ്പൗസ് ഇൻകം, മൈനർ ചൈൽഡിന്റെ ഇൻകം എല്ലാം നമ്മളുടെ ഇൻകത്തോട് കൂടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് കൂടാതെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ പേജിൽ ഒരു റീഡ് ഓൺലി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് മുൻ പേജുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഇൻകം അതിന്റെ എല്ലാം ടാക്സ് കണക്കാക്കി ഇവിടെ ഓട്ടോമാറ്റിക്കായി പോപ്പുലേറ്റ് ആയി കാണിച്ചിരിക്കുന്നു. അതായത് STCG, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് നമുക്ക് 10,000 രൂപയാണ് ഉള്ളത്. അതിന്റെ ടാക്സ് ആയിട്ടുള്ള 1,500 രൂപ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചിരിക്കുന്നു. അതുപോലെ 112A LTCG, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ 1,00,000 രൂപ വരെ ഉള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസുകൾക്ക് ടാക്സ് ഇളവ് നൽകിയിരിക്കുന്നു. എനിക്ക് 1,00,000 രൂപ മാത്രമേ ഇതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം 0 ടാക്സ് ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു 10 ലക്ഷം ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായിരുന്നെങ്കിൽ 1,00,000 കഴിച്ച് ബാക്കി 9 ലക്ഷത്തിന് ഉള്ള 90,000 രൂപ എന്ന എമൗണ്ട് ഇവിടെ കാണിച്ചേനെ. ബാക്കി നമ്മൾ മുൻ പേജുകളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് കാര്യങ്ങളെല്ലാം ടോട്ടലായി ഇവിടെ നമുക്ക് കാണിക്കുന്നു. 1,500 രൂപയാണ് ഈ ഇനത്തിൽ നമുക്ക് ടാക്സ് പിടിച്ചിരിക്കുന്നത്. ഇനി എക്സംപ്റ്റ് ഇൻകം EI, എക്സംപ്റ്റ് ഇൻകത്തിന് അഗ്രികൾച്ചർ ഇൻകമായി 5 lakhും അതിന്റെ എക്സ്പെൻസസ് 4,50,000 ആൻഡ് നെറ്റ് ഗെയിൻ ഫ്രം ദാറ്റ് ഇസ് 50,000 എന്നുള്ളതാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ കമ്പനികളിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ് ഏകദേശം 80,000 രൂപയാണ്. ഈ ഡീറ്റെയിൽസ് എവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 80,000 ആണ് നമ്മൾ കമ്പനികളിൽ നിന്നും ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്നത്. അത് 10 ലക്ഷത്തിൽ കൂടാതെയുള്ള ഒരു തുകയാണെങ്കിൽ മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല ഇത് ആണ് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഇത് ടാക്സ് ഫ്രീ ആയിട്ടുള്ളത്. അടുത്ത ഫിനാൻഷ്യലിലെ ITR ഫില്ല് ചെയ്യുമ്പോൾ, അതായത് ഈ ഫിനാൻഷ്യലിലെ ഇൻകം നമ്മൾ അടുത്ത വർഷം ഫില്ല് ചെയ്യുമ്പോൾ ഈ EI പേജിലല്ല ഫില്ല് ചെയ്യേണ്ടത്. കാരണം അത് എക്സംപ്റ്റ് അല്ല, ഇത് റിസീവറുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കുന്നു. ഇവിടെ ഗ്രോസ് അഗ്രികൾച്ചർ റിസീപ്റ്റ്സ് 5 lakh എന്ന് കൊടുത്തിരിക്കുന്നു. എക്സ്പെൻഡിച്ചർ അതിനായിട്ടുള്ള അഗ്രികൾച്ചറിന്റെ എക്സ്പെൻഡിച്ചർ 4,50,000, അങ്ങനെ നെറ്റായി 50,000 പ്രോഫിറ്റ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. ഇത് 5 lakhലും കൂടുതൽ നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നു. അതെല്ലാം കൊടുത്തതിന് ശേഷം 80,000 ഇൻട്രസ്റ്റും 50,000 അഗ്രികൾച്ചറും കൂട്ടി 1,30,000 നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് നിങ്ങൾ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.